വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കരാർ ഒപ്പിട്ടു. 2 കരാറുകളാണ് ഒപ്പിട്ടത്. സംസ്ഥാനത്തിന്റെ ഗ്രാന്റ് എന്ന ആവശ്യം തള്ളി വായ്പയായിട്ടാണ് 817.8 കോടി രൂപ കേന്ദ്രം അനുവദിച്ചത്. തുറമുഖത്തിന്റെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങളിൽ കാലതാമസം ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് വായ്പയായി തുക സ്വീകരിക്കാൻ സംസ്ഥാനം തീരുമാനിച്ചതെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. എസ്. ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ടിന്ന് ഏറെ നിർണായകമായ ഒരു ദിവസം തന്നെയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം VGF-വുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായ 2 കരാറുകൾ ഒപ്പുവെച്ചു എന്നത് തന്നെയാണ്. അതിൽ ആദ്യത്തെ കരാർ എന്ന് പറയുന്നത് ത്രികക്ഷി കരാറാണ്. അതായത് ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ പണം നൽകുന്ന കേന്ദ്ര സർക്കാർ, അതിനൊപ്പം തന്നെ പണം സ്വീകരിക്കുന്ന അദാനി പോർട്സ്, ഇതിനു പുറമെ മാങ് കൺസോഷ്യം, ഇവർ 3 പേരും ചേരുന്ന ഒരു ത്രികക്ഷി കരാറാണ് ആദ്യത്തേത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. അതിനൊപ്പം തന്നെ രണ്ടാമത്തെ നിർണായകമായ കരാർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്, അതായത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്ത് നിന്നും ഉണ്ടാകുന്ന വരുമാനം അതിന്റെ 20% കേന്ദ്രത്തിന് നൽകണം എന്നുള്ള നിബന്ധന അത് കേന്ദ്രം വെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കരാറ് അത് സംസ്ഥാനത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ചീഫ് സെക്രട്ടറിയാണ് ഈ കരാർ ഒപ്പുവെച്ചത്. ഈ നിർണായകമായ കരാറുകളിലൂടെയാണ് VGF, അതായത് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ടുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ട്, അത് 817.8 കോടിയാണ് സംസ്ഥാനത്തിന് അനുവദിച്ചത്. സംസ്ഥാനം ഗ്രാന്റ് ആയിട്ടാണ് ഈ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ കേന്ദ്രം ആ സമീപനം സ്വീകരിച്ചില്ല. സംസ്ഥാനത്തിന്റെ ആവശ്യം തള്ളിക്കൊണ്ട് അത് വായ്പയായി അനുവദിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ ഈ വിഷയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഏറെ നാൾ വിഴിഞ്ഞം തുറമുഖത്തെ ബുദ്ധിമുട്ടിലാഴ്ത്താൻ അല്ലെങ്കിൽ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിലാക്കാൻ സർക്കാർ തയ്യാറല്ല. ആ ഒരു സാഹചര്യത്തിലാണ് വായ്പയായിട്ടാണെങ്കിലും തുക സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് എന്നുള്ള കാര്യം. വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനം ഇന്നിപ്പോൾ ആ കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്.